എല്ലാവർക്കും നമസ്കാരം. ലവ്ലി ബെഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മണിക്കുട്ടീനെ നിങ്ങൾ ഇഞ്ചക്ഷൻ ചെയ്യാൻ കൊണ്ടുപോവാണ്. അപ്പോൾ അതിന് മുന്നേ അവൾക്ക് കുറച്ച് പാല് കൊടുത്തു. പാല് അവൾ കുടിച്ചു വിട്ടാം. അവൾക്ക് വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ പാല് കൊടുത്തത് മുഴുവൻ അവൾ കുടിച്ചിട്ടുണ്ട്. ഇനി ഇഞ്ചക്ഷൻ കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് കഞ്ഞി കൊടുക്കുക, സൂപ്പ് പോലെ ആക്കിയിട്ട്. ഇപ്പോൾ ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ ഛർദ്ദിക്കുകയൊന്നും ചെയ്യേണ്ടെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അവൾ വലിയ കുഴപ്പമൊന്നുമില്ല. ആദ്യത്തെ ദിവസമാണ്, ആദ്യത്തെ ഇഞ്ചക്ഷനാണ് എടുക്കാൻ പോകുന്നത്. ഇനിയൊരു 3 ഇഞ്ചക്ഷനും കൂടി ഉണ്ട്. 3 ദിവസം കൊണ്ടുപോകണം. അവൾ കുറേശ്ശെ നടക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഞങ്ങളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവളുടെ സ്റ്റെറിലൈസ് ചെയ്യുന്നതിനൊക്കെ കുറിച്ച്. അപ്പോൾ പലരും അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഇവൾക്കൊരു ടീഷർട്ട് ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻഫെക്ഷനൊന്നും വരില്ല, അതുപോലെ മാന്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതൊരു നല്ല സജഷനാണ്. ഞങ്ങൾ വന്നിട്ട് നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ ചെയ്ത് കൊടുക്കാം. അവളിപ്പോൾ കുറേശ്ശെ മാന്താൻ നോക്കുന്നുണ്ട് അവിടെ. അപ്പോൾ കോളർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വായ കൊണ്ട് നക്കാനൊന്നും പറ്റില്ല, പക്ഷേ കൈ കൊണ്ടൊക്കെ മാന്താൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഒരു ടീഷർട്ട് ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. നല്ലൊരു സജഷനാണ്. ഞങ്ങൾ വന്നിട്ട് എന്തായാലും അത് ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോവാണ് കേട്ടോ. അവർക്ക് നല്ല പേടിയുണ്ട് കേട്ടോ, വിറയ്ക്കാണ്. ഇഞ്ചക്ഷൻ മാത്രമേ കേട്ടോ, ഇഞ്ചക്ഷൻ മാത്രമേ. ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ മണിക്കുട്ടീനെ ഇഞ്ചക്ഷൻ ചെയ്ത് തിരിച്ചു കൊടുന്നപ്പോൾ ഞങ്ങളൊരു ബനിയനൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവൾക്ക്. അപ്പോൾ അവളുടെ മുറിവിലൊന്നും പൊടിയൊന്നും തട്ടില്ലല്ലോ. ബനിയൻ കുറച്ച് ലൂസാണ്, അതൊന്നും ടൈറ്റാക്കാനുണ്ട്. അവൾ വന്ന് ഭക്ഷണമൊക്കെ കൊടുത്ത് ഭക്ഷണം കഴിക്കുകയാണ്. അവൾ ഉക്രപ്പനും കുട്ടൂസിനും അപ്പുറത്ത് കൊടുത്തുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഈ വീഡിയോ 2-4 ദിവസമായിട്ടാണ് കേട്ടോ പിടിച്ചത്. അവളുടെ ആദ്യത്തെ ഇഞ്ചക്ഷൻ തൊട്ടിട്ട് അവസാനത്തെ ഇഞ്ചക്ഷൻ വരെയുള്ള ഭാഗങ്ങളുണ്ട് ഇതിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നമ്മുടെ 7 കുട്ടികളുടെയും വീഡിയോസ് ഇതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ പ്രസവത്തിലെ 7 കുട്ടികളുടെയും വീഡിയോസ് ഇതിൽ ഇടുന്നുണ്ട് കേട്ടോ. ഓരോരുത്തരെ കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം അവർ വരുമ്പോൾ കേട്ടോ. മണിക്കുട്ടി ഉഷാറാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ഡോക്ടേഴ്സ്. അവളുടെ മുറിവൊക്കെ നന്നായി ഉണങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇഞ്ചക്ഷനൊക്കെ കഴിഞ്ഞു, മരുന്നും കഴിഞ്ഞു. അവൾ ഉഷാറായിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുമക്കളുടെ ഡീറ്റെയിൽസ് ഞാൻ തരാം കേട്ടോ. ഇതാണ് നമ്മൾ ആദ്യം കൊടുത്ത നമ്മുടെ മണിക്കുട്ടിയുടെ കുഞ്ഞ്. ഇവളുടെ പേര് ഡോറ എന്നാണ്. ഇവളെ കൊണ്ടുപോയിരിക്കുന്നത് ഷൊർണൂർക്കാണ് കേട്ടോ. ഷൊർണൂർ കൊളപ്പുള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവൾ നല്ല ഉഷാറായിരിക്കുന്നുണ്ട്. ഒരു മണിയൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് അവൾക്ക്. നല്ല കുസൃതിയാണ്. കിടന്ന് ഓടുന്ന വീഡിയോസൊക്കെ അവർ അയച്ചു തന്നിട്ടുണ്ട്. അവൾ നല്ല കുസൃതിയായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ആദ്യം കൊണ്ടുപോയ കുട്ടിയാണ്. അവൾ നമ്മുടെ അടുത്ത് വളരെ കുറച്ച് ദിവസമേ ഉണ്ടായിട്ടുള്ളൂ. ഒരു 20 ദിവസമൊക്കെ ആകുമ്പോഴേക്കും അവളെ കൊണ്ടുപോയെന്ന് എനിക്ക് തോന്നണത്. മറ്റുള്ള കുട്ടികളൊക്കെ ബുക്കിങ്ങിലായിരുന്നു. അപ്പോൾ ഫീമെയിലിലെ ആദ്യത്തെ കുട്ടീനെ ഇവർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അവർ കൊണ്ടുപോയതാണ് കേട്ടോ. അവർ അവിടെ വന്നിട്ട് വീട്ടിൽ വന്ന് എടുത്തു കൊണ്ടുപോവുക ചെയ്തവർ. ഇവരുടെ ബ്രദർ വന്നിട്ട് ബൈക്കുമ്പോൾ വന്നിട്ട് ബ്രദറും ഫ്രണ്ടും കൂടി വന്നിട്ട് ബൈക്കിൽ വന്നിട്ട് എടുത്തു കൊണ്ടുപോവുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ വളരെ കൊച്ചിൽ പോയ കുട്ടിയാണ്. അതുകൊണ്ട് ഞങ്ങളായിട്ട് അത്ര ഒരു അടുപ്പം ഇവൾക്ക് വന്നിട്ടുണ്ടാവില്ല. അവിടെ ചെന്നിട്ട് അവരായിട്ട് നല്ല അടുപ്പൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അവൾക്ക്. അവൾ നല്ല ഉഷാറായിട്ട് ഇരിക്കുന്നുണ്ട്, നന്നായി കളിക്കുന്നുണ്ട്. പിന്നെ എല്ലാ കുട്ടികളും നല്ല കുസൃതികളാണ്. ഇപ്പോൾ അവരുടെ ഇങ്ങനെ പല്ലരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ എന്ത് കണ്ടാലും കടിച്ച് മുറിക്കുന്നൊരു സമയമാണ് ഇപ്പോൾ. ഇത് നമ്മുടെ 2ാമത്തെ കുട്ടിയാണ് കേട്ടോ. 2ാമത്തെ കുട്ടീനെ നമ്മൾ മാവേലിക്കരയിലേക്ക് കൊടുത്തു വിട്ടതാണ്. മാന്നാർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കൊടുത്തു വിട്ട കുട്ടിയാണ്. ഇവൻ്റെ പേര് ചിക്കു എന്നാണ്. അവനും നല്ല ഉഷാറായിട്ടിരിക്കുന്നുണ്ട്. ഇവൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോയ കുട്ടിയാണ് കേട്ടോ. ഇനി അതുപോലെ തന്നെ ഞങ്ങൾ മൂവാറ്റുപുഴയ്ക്ക് ജിമ്മി എന്ന് പറഞ്ഞൊരു കുട്ടീനെ അവർ രണ്ടാളെയും ഒരുമിച്ചാണ് കൊടുത്തു വിട്ടത് കേട്ടോ. ഈ ചിക്കുവിൻ്റെ വീഡിയോ നമുക്ക് ഒരു 2 ആഴ്ച മുന്നേ അയച്ചെന്താ കേട്ടോ. അപ്പോൾ ഇതിലും കൂടി കുറച്ചുകൂടിയൊക്കെ വലുതായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അവൻ. അവിടുത്തെ കുട്ടികളൊക്കെ ആയിട്ട് നല്ല കളിയാണ്. അവരൊക്കെ ആയിട്ട് നന്നായി ഇണങ്ങിയിട്ടുണ്ട്.
അടുത്ത കുട്ടി നമ്മുടെ മൂവാറ്റുപുഴയ്ക്ക് പോയ ജിമ്മിയാണ് കേട്ടോ. അവരെ രണ്ടാളും ഞങ്ങൾ ഒരുമിച്ചാണ് കൊടുത്തു വിട്ടത്, മൂവാറ്റുപുഴയ്ക്കും മാവേലിക്കരയ്ക്കും. ഇതാണ് ജിമ്മീട്ട. അവർ രണ്ടാളും ഒരേ ദിവസം കൊടുത്തു വിട്ടതാണ്. രണ്ടാളും മെയിലാണ്. രണ്ടാളും കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരേപോലെയാണ്. രണ്ടാളും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ തെറ്റാൻ സാധ്യതയുണ്ട്. ഇതാണ് ജിമ്മീട്ട. ജിമ്മീനെ നമ്മൾ കൊടുത്തു വിട്ടത് മൂവാറ്റുപുഴയ്ക്കാണ്. എല്ലാ കുട്ടികളും നന്നായി ഇരിക്കുന്നുണ്ട് കേട്ടോ. ജിമ്മി നല്ല കുസൃതിയാണ് കേട്ടോ. അവനെ കെട്ടിയിടാറുണ്ട്. അതുകൊണ്ട് മണിയൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അവന് ഒരു ദിവസം അവൻ പുറത്ത് പോയി എന്ന് പറഞ്ഞു, കോമ്പൗണ്ടിൽ നിന്ന് പുറത്ത് പോയി. അപ്പോൾ അവരെ ഇടയ്ക്ക് അവനെ കെട്ടിയിടാറൊക്കെ ഉണ്ട്. അവരൊക്കെ ആയിട്ട് നല്ല സ്നേഹത്തിൽ തന്നെയാണ് കേട്ടോ അവൻ. ഇത് ലേറ്റസ്റ്റ് വീഡിയോ വന്നതാണ്. ആൾ വലുതായിട്ടുണ്ട്. ഇതാണ് ലോക്കാട്ട. ഇവള് പോയിരിക്കുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലെ ആയൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് പോയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവളെ കൊണ്ടുപോയിട്ടുള്ള അവർക്ക് ഏഞ്ചൽ വിങ് എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ അതിൽ ഒരുവിധം എല്ലാ ദിവസവും ഇവളുടെ ഓരോ ഷോർട്സ് അവരിടുന്നുണ്ട് കേട്ടോ. അതുപോലെ ഇവരുടെ വീട്ടിൽ വേറൊരു ഡോഗ് ഉണ്ട്. അവളായിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് മിങ്കിളായിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. അവരെ രണ്ടാളെയും ഒരുമിച്ച് അഴിച്ചിടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ കൂടിൻ്റെ അടുത്തൊക്കെ ചെന്ന് നിന്നിട്ട് ഇങ്ങനെ മണത്തൊക്കെ ചെന്ന് നിൽക്കാറുണ്ടെന്ന് പറഞ്ഞു. അത് കുറച്ച് വലിയ ഡോഗാണ്. അതുകൊണ്ട് രണ്ടാളെയും ഒരുമിച്ച് അഴിച്ചിട്ടിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. ഇവളുടെയും ലേറ്റസ്റ്റ് ഫോട്ടോയാണ്, ഇവളല്ല ഇവനാണ് കേട്ടോ. ഇവൻ്റെയും ലേറ്റസ്റ്റ് വീഡിയോ ആണ് ഇത്. അപ്പോൾ അവന് നന്നായി വലുതായിട്ടുണ്ട്. ഇവനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വന്നു കേട്ടോ. അതെന്താ വെച്ചാൽ പെട്ടെന്ന് ഈ അലോക്ക എന്നുള്ള പേര് എൻ്റെ മനസ്സിലേക്ക് എടുക്കുന്നത് ഒരു പെൺകുട്ടിയായിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇവളെന്ന് പറഞ്ഞിടുന്നത്. ആക്ച്വലി അത് ആൺകുട്ടിയായിരുന്നു. ഇതാണ് നമ്മുടെ കുട്ടുമ്മക്കുട്ടു കൂട്ടാ. ഇവനെ കുട്ടുമ്മക്കുട്ടു എന്നാണ് ഈ കുട്ടികൾ അവനെ വിളിക്കുന്നത്. കുട്ടൂസ് എന്നാണ് അവൻ്റെ പേര് ഇട്ടിട്ടുള്ളത്. ഇവൻ പോയിരിക്കുന്നത് കൊട്ടാരക്കരയ്ക്കാണ് കേട്ടോ പോയിട്ടുള്ളത്. ഇവൻ നല്ല മിടുക്കൻ കുട്ടിയായിരുന്നു കേട്ടോ. അവൻ നമ്മളൊക്കെ ആയിട്ട് നല്ല സ്നേഹമായിരുന്നു. അവൻ എന്താ പറയുക, നമ്മുടെ മുഖത്തേക്കൊക്കെ നമ്മൾ എന്തെങ്കിലും പറയുമ്പോഴൊക്കെ നമ്മുടെ മുഖത്തേക്ക് നോക്കി ശ്രദ്ധിച്ചിരിക്കും. അങ്ങനത്തെ ഒരു കുട്ടിയായിരുന്നു. 7 കുട്ടികളിൽ ലീഡറായിരുന്നു അവൻ. അപ്പോൾ അവൻ പോയിരിക്കുന്നത് കൊട്ടാരക്കരയ്ക്കാണ് കേട്ടോ.
ഇതാണ് പിന്നെ നമ്മുടെ 6ാമത്തെ കുട്ടി പോയത് കേട്ടോ. ഇവള് ഫീമെയിലാണ്. ഇവള് പോയിരിക്കുന്നത് കോട്ടയത്തേക്കാണ് കേട്ടോ. ഇവളുടെ പേര് റൂബി എന്നാണ്. അവൾക്ക് പിന്നെ അവിടെ കളിക്കാൻ വേറൊരാളുണ്ട്. അവളായിട്ടാണ് നല്ല കളിയാണ് അവള്. നമ്മുടെ ഇവിടെ കുട്ടൂസും മണിക്കുട്ടിയും കളിക്കുന്ന പോലെയാണ് അവരെ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അവൾക്ക് എന്തായാലും നല്ലൊരു കമ്പനീനെ കിട്ടിയിട്ടുണ്ട് അവിടെ കളിക്കാനായിട്ട്. ഇവിടുന്ന് മണിക്കുട്ടീനെ പിരിഞ്ഞതിന്റെ ആ വിഷമമൊക്കെ അവൾക്ക് അവിടെ ചെന്നപ്പോൾ പെട്ടെന്ന് തന്നെ മാറിയിട്ടുണ്ടാവും. എല്ലാ കുട്ടികളും നല്ല ഹാപ്പി ആയിരിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും നല്ല ലാളിച്ച് സ്നേഹിച്ച് വളർത്തുന്ന കൈകളിലേക്കാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. ആ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് നല്ല സംതൃപ്തി ഉണ്ട് കേട്ടോ. രണ്ടുപേരും ഇവിടെ വന്നേ. വാ, ചങ്ങല എന്താടാ നിന്റെ തുടരെന്താടാ? എന്ത് റൂബിയേ, കാല കടിക്കാടിയാ അവൻ്റെ. ഇവിടെ വന്നേ, വാ എന്നാ വാ 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 പൊന്നു വന്നേ, ഇവിടെ വന്നേ, വാ വാ ഇവിടെ വാ. അത് കുഴപ്പമില്ലടാ, അവളെ വെച്ചാൽ നിനക്കെന്നെ കുഴപ്പമിരിക്കുന്നു. ഇവിടെ ഇവിടെ തേടി റൂബി, ഇവിടെ 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 വന്ന് ഇവിടെ വന്ന് എന്നതാടാ അവൾ കാണിക്കുന്നുണ്ടോ നിന്നെ ഉണ്ടാക്കിയിട്ട. ഇതാണ് നമ്മുടെ അവസാനത്തെ അവള് പോയിരിക്കുന്നത് കോട്ടയത്തേക്കാണ് പോയിട്ടുള്ളത് കേട്ടോ. അല്ല, അവള് പോയിരിക്കുന്നത് ഹരിപ്പാട്, ആലപ്പുഴ ഹരിപ്പാട്ടേക്കാണ് അവള് പോയിട്ടുള്ളത്. അവളുടെ പേര് മോട്ടി എന്നാണ് കേട്ടോ. അവളും നന്നായിരിക്കുന്നു, നല്ല സ്നേഹിച്ച് ലാളിച്ച് കൊഞ്ചിച്ചിരിക്കുന്നുണ്ട് അവളെ. അവൾക്ക് കോമ്പൗണ്ട് ഉണ്ട്. ആ കോമ്പൗണ്ടിൽ അവളെ അഴിച്ചിട്ട് ചെയ്യാം. പുറത്തേക്ക് പോകാൻ പറ്റാത്തൊരു കോമ്പൗണ്ടാണ്. അപ്പോൾ അവള് അവിടെ സുഖമായി ഓടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവരുടെ ചെരുപ്പൊക്കെ ഇടയ്ക്ക് എടുത്തുകൊണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ പ്രായം അതാണ്, എല്ലാവരും പ്രായം അതാണ്. ഒരു മാസം കൊണ്ടൊക്കെ ഇപ്പോൾ അതുപോലെ ഉണ്ടാവും. പറിക്കാതെ എല്ലാവരും കടിക്കുന്നത് കണ്ടില്ല, അവരെ പല്ലരിക്കാന്ന് പറയും. അങ്ങനത്തെ ഒരു സമയമാണ് ഇപ്പോൾ. അപ്പോൾ അതാണ് നമ്മുടെ കുഞ്ഞുമക്കളുടെ വിശേഷങ്ങൾ കേട്ടോ. എല്ലാവരും നന്നായിരിക്കുന്നുണ്ട്, സുഖമായിരിക്കുന്നു. അപ്പോൾ പലർക്കും വിഷമമുണ്ടായിരുന്നു. നമ്മൾ ഓരോ കുഞ്ഞുമണികളെ കൊടുത്തയക്കുമ്പോഴും പലർക്കും വിഷമമുണ്ടായിരുന്നു. ഇപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ വിഷമമൊക്കെ മാറുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും 7 ആളും നല്ല സ്ഥലങ്ങളിലേക്കാണ്, സ്നേഹിക്കുന്ന ലാളിക്കുന്ന സ്ഥലങ്ങളിലേക്കാണ് എത്തപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും അത് കണ്ടപ്പോൾ ഒരു സമാധാനമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ കുറച്ച് ദിവസമായി ഇങ്ങനൊരു വീഡിയോ ഇടണമെന്ന് കരുതിയിരിക്കുന്നു. പക്ഷേ ഇപ്പോഴാണ് അതിന് സമയം കിട്ടിയത്. ഈ കുഞ്ഞുമണിയാണ് കേട്ടോ ഞങ്ങളുടെ കൂടെ ഏറ്റവും കൂടുതൽ ദിവസം നിന്നിട്ടുള്ളത്. ഏകദേശം ഒരു 2 മാസത്തോളം ഞങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവൾക്കാണ് ഞങ്ങളുടെ കൂടുതൽ സ്നേഹം കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ മണിക്കുട്ടിയുടെയും കൂടുതൽ സ്നേഹം ഇവൾക്കാണ് കിട്ടിയിട്ടുള്ളത്. മറ്റ്6 കുട്ടികളും പോയതിനു ശേഷം ഒരു 1-2 ആഴ്ചയോളം കഷ്ടി ഇവൾ ഒറ്റയ്ക്കായിരുന്നു. ആ സമയത്ത് ഇവള് മണിക്കുട്ടീനായിട്ടും അതുപോലെ തന്നെ ഉക്രപ്പനായിട്ടും കുട്ടൂസിനൊക്കെ ആയിട്ട് നല്ല കമ്പനിയായി. അവർക്കും നല്ല ഇഷ്ടമായിരുന്നു ഇവളെ. അപ്പോൾ ഞങ്ങൾക്കും നല്ല വിഷമമുണ്ടായിരുന്നു ഇവിടെ കൊടുത്തയക്കുമ്പോൾ. പക്ഷെ നമ്മൾ കൊടുത്തയച്ചിരിക്കുന്നത് എന്തായാലും നല്ല ഒരു സ്ഥലത്തേക്ക് തന്നെയാണ് അവൾ എത്തപ്പെട്ടിരിക്കുന്നത്. നമുക്കിവിടെ ഇവരെ നിർത്താനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെ നല്ലൊരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ കൊടുത്തു വിട്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇത് കണ്ടപ്പോൾ ഒരു സമാധാനം ആയിട്ടുണ്ടാവും ഞങ്ങൾ വിചാരിക്കുന്നു. മുത്തുമണിത്തോവൽ തരാം, അല്ലിത്തളിരാട തരാം. മുട്ടി പാട്ട് കേട്ടോ കേട്ടോ? കൈ തന്നേ, ഇങ്ങോട്ട് തന്നേ. അമ്മ പാട്ട് പാടിയതുണ്ടോ? പാട്ട് പാടിയുണ്ടോ? ഇങ്ങോട്ട് തന്നേ, കൈ തന്നേ, കൈ തന്നേ. അമ്മയ്ക്ക് കൈതാ, താ താ കൈതാ, കൈതാ, കൈതാടാ, കൈതാ, കൈതാ, കൈ മാറ്റുന്നോ? കൈതാ, അമ്മയ്ക്ക് കൈതാ, കൈതാ. മുത്തുമണിത്തോവൽ തരാം, അല്ലിത്തളിരാട തരാം, മുത്തുമണിത്തൂവൽ തരാം,
അല്ലിത്താളിരാടതരാം. ഇത് ഞങ്ങൾ മണിക്കുട്ടീനെ ഇഞ്ചക്ഷൻ ചെയ്യാൻ കൊണ്ടുപോകണം കേട്ടോ. ഇത് അവസാനത്തെ ദിവസം കൊണ്ടുപോകുന്നതാണ്. അവസാനത്തെ ദിവസമൊക്കെ ആകുമ്പോഴേക്കും അവൾ കാറിൻ്റെ ഡോറ് തുറക്കുമ്പോഴേക്കും ചാടി കയറും, സീറ്റിൽ കയറിയിരിക്കും. അതൊക്കെ പരിചയമായി അവൾക്ക്. പിന്നെ അവിടെ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പേടിയാണ്. ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം മൂത്രമൊഴിക്കാൻ പോകണം. അത് കഴിഞ്ഞാൽ പിന്നെ അവൾ വിറച്ച് തുടങ്ങും. ആ ഹോസ്പിറ്റലിൻ്റെ കോമ്പൗണ്ടിലേക്ക് കൊണ്ട് കയറിക്കഴിഞ്ഞാൽ അവൾ വിറക്കും നന്നായിട്ട്, പേടിച്ചിട്ടാണ്. ആ ഇഞ്ചക്ഷൻ ചെയ്യുന്ന ടേബിളിലേക്കൊക്കെ കയറി കടിച്ചാലുണ്ടല്ലോ ഭയങ്കര വിറയാണ്. എല്ലാ നായ്ക്കളും അങ്ങനെ തന്നെയാണ് കേട്ടോ. അവിടെ വരുന്ന ഡോഗ്സ് എല്ലാം അങ്ങനെ തന്നെയാണ്. വലിയ വലിയ ലാബും അതുപോലെയുള്ള ഡോഗ്സിനൊക്കെ കൊടുത്തിട്ട് ആ ടേബിളിലേക്ക് കയറ്റി കടിച്ച് അവരിതുപോലെ ഷിവർ ചെയ്യുന്നുണ്ട് കേട്ടോ. പേടിച്ചിട്ട് തന്നെയാവും. മണിക്കുട്ടി ഇവിടെ ഇരുന്ന് ഷിവർ ചെയ്യാണ്. അപ്പോൾ ഞാൻ അവളെ അങ്ങോട്ട് ടേബിളിൻ്റെ അവിടേക്ക് കൊണ്ടുപോയിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് അവിടെ ഡോക്ടറൊക്കെ വരുന്ന സമയത്ത് കൊണ്ടുവച്ചിട്ടാണ്. ഇഞ്ചക്ഷൻ കഴിഞ്ഞ് ഓടി വന്നിട്ട് അവൾ കാറിലേക്ക് കയറിട്ടാം. സീറ്റിലേക്ക് കയറിക്കാം. അവിടെ ഇരുന്നു. ഇഞ്ചക്ഷൻ ചെയ്ത സ്ഥലത്താണ് അവൾ തുടയ്ക്കുന്നത്. അവിടെയാണ് ഇഞ്ചക്ഷൻ ചെയ്തത്. നീയോട് ഇവിടുത്തെ ആളാണോ? ഇവിടുത്തെ പെണ്ണാണെങ്കിൽ ഒരു കുഴപ്പമില്ല. എന്ത് അവൻ മാറിയിട്ടുണ്ട്. പോ ഇറങ്ങാം. അങ്ങനെ ഇന്നത്തോടെ കൂടിയിട്ട് ഞങ്ങളുടെ ഇഞ്ചക്ഷൻസ് കഴിഞ്ഞു കേട്ടോ. 4 ഇഞ്ചക്ഷൻ എടുത്തു ഞങ്ങൾ പോയിട്ട്. 4 അല്ല 8 എടുത്തു. ഒരു ദിവസം 2 ഇഞ്ചക്ഷൻ അടിക്കും. അവിടെ ചെല്ലുമ്പോൾ അവൾക്ക് ഭയങ്കര പേടിയാട്ടോ. എപ്പോഴും പേടി തന്നെയാണ്. ആ ഹോസ്പിറ്റലിലേക്ക് എത്തിയാൽ പിന്നെ അവൾ കിടന്ന് വിറച്ചു തുടങ്ങും. ഭയങ്കര ഷിവറിങ്ങാണ്. അവിടെ വന്ന ധൈര്യമായി. ഏതായാലും ഇഞ്ചക്ഷനൊക്കെ കഴിഞ്ഞു. ആ ഡോക്ടർ അവളുടെ മുറിവൊക്കെ നോക്കി ഉണക്കണ്ടെന്ന് പറഞ്ഞു. ഇനി ഒരു 10 ദിവസം കൂടി കഴിഞ്ഞിട്ട് സ്റ്റിച്ച് വെട്ടാൻ പോകണം. 14 ദിവസം കഴിഞ്ഞിട്ട്, ഇപ്പോൾ 4 ദിവസം കഴിഞ്ഞല്ലോ, 5-ാം ദിവസമായി ഇന്ന്. ഇനി 10 ദിവസം കൂടി കഴിഞ്ഞിട്ട് സ്റ്റിച്ച് വെട്ടാൻ പോകണം. അപ്പോൾ അവളുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു അല്ലേ. പിന്നെ അവളിപ്പോൾ ഭയങ്കര കളിയൊക്കെയാണ് കേട്ടോ. കളിക്കാരൊന്നും ആയിട്ടില്ല, എന്നാലും അവൾ ഭയങ്കര കളിയാണ്. കുട്ടൂനൊക്കെ ആയിട്ട് ഭയങ്കര കളിയാണ്. ഇന്ന് ആ ഇഞ്ചക്ഷൻ കഴിഞ്ഞിട്ട് ആ ടേബിളിൽ നിന്ന് അവൾ താഴേക്ക് ചാടി. എല്ലാവരും അന്തം വിട്ടുപോയി. കാരണം നല്ല ഹൈറ്റുള്ള ടേബിളായിരുന്നു. അവൾക്ക് ഈ മുറിവുള്ളതല്ല. ഞാനിങ്ങനെ ഇറക്കാൻ നോക്കുമ്പോഴേക്കും അവള് ഒറ്റയ്ക്ക് അങ്ങോട്ട് ചാടി. എന്താണ് ഒക്കെ സുഖമായി എന്ന് പറഞ്ഞ എല്ലാവരോടും. പാവൊക്കെ മാറി സുഖമായി എന്ന് പറഞ്ഞു. അങ്ങോട്ട് നോക്കിയിട്ട് പറയും. ഇങ്ങോട്ട് നോക്ക്. ഇങ്ങോട്ട് നോക്കിയിട്ട് അമ്മ വിളിക്കുന്നിടത്തേക്ക് നോക്ക്. അവൾക്ക് ഇന്നലെ ഒരു പുതിയ പനിയായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ആ തെങ്ങിൻ്റെ ഇടയ്ക്ക് എടുക്കുന്നുണ്ട്. ഇന്നലെ അവള് മൂത്രം ഒഴിക്കാണ്ട് പോയിട്ട് അവളെന്നെ ഊരിയിട്ടു. അത് നമുക്ക് മൂത്രം ഒഴിക്കാൻ പോയി. ഞാൻ ഒന്ന് മൂത്രം ഒഴിച്ചിട്ട് കൊണ്ടുവരാം കേട്ടോ അവളെ. വാ.